വയനാട്ടിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രി. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. വയനാട് ജില്ലാ പോലീസ് മേധാവി സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ശ്രീജിത്തും രാഹുൽ സുരേഷും വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇതിപ്പോൾ ഇന്നലെ വൈകിട്ട് നടന്നതാണ്, 5 മണിക്ക് ശേഷം നടന്നതാണ്. ഇത്രയും സമയമാകുന്നു. വാഹനത്തിന്റെ നമ്പർ കണ്ടെത്തിയിട്ടുണ്ട്. അത്രയും വിവരങ്ങൾ കിട്ടിയിട്ടും പോലീസിന് പ്രതികളിലേക്ക് എത്താൻ കഴിയുന്നില്ല. വലിയ തോതിൽ മാധ്യമ വാർത്തയായതിനു ശേഷമാണ് എന്തൊക്കെയോ ചില നീക്കുപോക്കുകൾ നടന്നത്. എന്താണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത് ഇപ്പോൾ? വിജയകുമാർ, വയനാട് മാനന്തവാടിയിൽ ചെക്ക് ഡാം കാണാനെത്തിയ വിനോദസഞ്ചാരികൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ ഇടപെട്ട ആദിവാസി യുവാവാണ് കൊടും ക്രൂരതയ്ക്ക് ഇരയായത്. ആദിവാസി യുവാവായ മാതനെ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം കാറിൽ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ സംഭവം പുറത്തു വന്ന് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വലിയ ചർച്ചയായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരമായി ഇടപെട്ടിരിക്കുന്നത്. കുറ്റവാളികൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം, വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. മാതൃകാപരമായ നടപടി സ്വീകരിക്കുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റം ചെയ്ത ആളുകളെ കണ്ടെത്താനുള്ള ശക്തമായ നടപടികൾ പോലീസ് ആരംഭിച്ചിരുന്നു. നേരത്തെ തന്നെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ ഈ വാഹനത്തിൻ്റെ നമ്പർ അടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതികൾ ഒളിവിലാണ് എന്ന വിവരമാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒളിവിലുള്ള കുറ്റവാളികളെ കണ്ടെത്താനുള്ള ശക്തമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വരും മണിക്കൂറുകളുണ്ടാകും. വൈകാതെ തന്നെ ഈ കുറ്റവാളികളായ ആളുകൾ പിടിയിലാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറ്റും ലഭിക്കുന്ന വിവരം. യെസ്, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, ഈ സംഭവം ഉണ്ടായി ഇത്രയും സമയമായി നാട്ടുകാർ ഇതിൻ്റെ സാഹചര്യങ്ങളാകെ പോലീസിനോട് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടോ? ഇവരെ പറ്റി ആരാണ്, അല്ലെങ്കിൽ പ്രതികൾ അവരെ ഈ നാട്ടുകാർ കണ്ടതാണ് ആ സ്ഥലത്തു നിന്ന്? അപ്പോൾ അത്തരം വിവരങ്ങളൊക്കെ പോലീസിൻ്റെ പക്കലുണ്ട്. എന്താണ് ലോക്കൽ പോലീസ് അറിയിക്കുന്നത്? നാട്ടുകാരുടെ പ്രതികരണം എന്താണ് ഈ വിഷയത്തിൽ? വിജയകുമാർ, മാനന്തവാടി പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത്. നമ്മൾ അല്പം മുമ്പ് വരെ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ CCTVയും ഈ വാഹനത്തിന്റെ നമ്പറും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് കണിയാമ്പാറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തു എന്ന സൂചന പുറത്തു വരുന്നുണ്ട്. പോലീസ് അത് സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ ഈ വാഹനം കണിയാമ്പാറ്റ എന്ന സ്ഥലത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. അത് സംബന്ധിച്ച് ഉടൻ വ്യക്തത നൽകാമെന്നാണ് മാനന്തവാടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. നേരത്തെ തന്നെ അവർ പറഞ്ഞിരുന്നു, ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും വാഹന നമ്പറും കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നുവെന്ന് പോലീസ് തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പ്രദേശത്തെ CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ വാഹനം സംബന്ധിച്ച വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. നമ്മളിപ്പോൾ ഉള്ളത് ഈ സംഭവം നടന്ന കൂടൽക്കടവിലാണ്. ഈ കാണുന്ന താഴെ ഭാഗത്തു നിന്നുമാണ് ഈ അക്രമി സംഘം റോഡിലേക്ക് എത്തിയത്. അവിടെ നിന്നും ഇപ്പോൾ ഇവിടെയുള്ള ഈ വെയിറ്റ് ഷെഡിന്റെ സമീപത്തു നിന്നും യുവാവിനെ കാറിൽ വലിച്ചു കയറ്റുന്നു. തുടർന്ന് ഇവിടുന്ന് അപ്പുറത്തേക്കുള്ള 500 മീറ്ററോളമാണ് ഈ യുവാവിനെ കാറിൽ വലിച്ചയച്ചത്. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ, കുറച്ചധികം ആളുകൾ ഇത് കണ്ടിരുന്നു. അവർ ഇടപെട്ട ശേഷമാണ് യുവാവിനെ ഇവിടെ വഴിയിൽ ഉപേക്ഷിച്ച ശേഷം അക്രമി സംഘം രക്ഷപ്പെട്ടതെന്ന കാര്യങ്ങൾ കൂടിയാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. 2 ആഴ്ചയ്ക്കുള്ളിൽ വയനാട് ജില്ലാ പോലീസ് മേധാവിയോട് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറാനാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ഉത്തരവിൽ പറയുന്നത്. ശരി രാഹുൽ, എന്തായാലും കണിയാമ്പറ്റ എന്ന സ്ഥലത്ത് വെച്ച് ഈ വാഹനം കസ്റ്റഡിയിൽ എടുത്തു എന്ന വിവരമാണ് രാഹുൽ പങ്കുവയ്ക്കുന്നത്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല പോലീസ്. അതിൽ പ്രതികളൊക്കെ ഉണ്ടായിരുന്നോ, വാഹനം മാത്രമേ ഉള്ളൂ? അത്തരം വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രതികൾ ഉടൻ പിടിയിലാകും എന്നാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്.